അമേരിക്കയും ഇറാനുമായി കരാറുണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ താൻ സമ്മതിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കയും ഇറാനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെട്ടാൽ പോലും ഇസ്ലാമിക റിപ്പബ്ലിക്കായ ഇറാനെ ഒരു കാരണവശാലും ആണവായുധം കൈവരിക്കാൻ ഇസ്രയേൽ അനുവദിക്കില്ലെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ നിന്നുള്ള അടിയന്തര ആണവ ഭീഷണി വിജയകരമായി ഇല്ലാതാക്കിയെന്നും ഇതിലൂടെ ഇസ്രയേൽ എന്ന രാജ്യത്തെ സമ്പൂർണ്ണ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. യുദ്ധം അവസാനിച്ചേക്കുമെന്ന സൂചനകളെ തുടർന്ന് സ്വന്തം സർക്കാരിനുള്ളിൽ നിന്നും രാജ്യത്തിനകത്തു നിന്നും കടുത്ത വിമർശനങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിലാണ് നെതന്യാഹു പ്രതിരോധവുമായി രംഗത്തെത്തിയത്. ഇറാന്റെ ആണവമോഹങ്ങളെ തടയുക എന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൌത്യമാണെന്ന് ആവർത്തിച്ച നെതന്യാഹു താൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഇന്നും നാളെയും ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കില്ലെന്നും പ്രഖ്യാപിച്ചതായാണ് ഇസ്രയേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. സുഹൃത്തായ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണ പരമ്പരയ്ക്കാണ് നേതൃത്വം നൽകിയതെന്നും നെതന്യാഹു വിശദീകരിച്ചു. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ടും ഭീകര ഭരണകൂടത്തിന്റെ നേതാക്കളെ വധിച്ചും അവരുടെ ആണവ നിലയങ്ങൾ തകർത്തും ഇസ്രയേൽ കരുത്ത് തെളിയിച്ചു. മിസൈലുകളും അവ നിർമ്മിക്കുന്ന ഭൂരിഭാഗം ഫാക്ടറികളും തകർത്തെറിഞ്ഞതിനൊപ്പം ഇറാന്റെ നാവിക വ്യോമസേനകളെയും ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത സൈനിക കമാൻഡർമാരെയും ഇല്ലാതാക്കാൻ ഈ സൈനിക നീക്കത്തിലൂടെ സാധിച്ചു. നൂറുകണക്കിന് ബില്യൺ ഡോളർ മുതൽ $1 ട്രില്യൺ വരെ മൂല്യം വരുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് ഇതിലൂടെ ഇറാൻ ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേൽ ജനതയെ തുടച്ചു നീക്കാനായി വർഷങ്ങളായി നിലനിന്നിരുന്ന ഭീഷണി ഇല്ലാതാക്കാൻ കഴിഞ്ഞതിലൂടെ രാജ്യത്തെ വലിയൊരു വിപത്തിൽ നിന്നാണ് രക്ഷിച്ചതെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഈ പോരാട്ടം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ലെന്നും കൂടുതൽ ജാഗ്രതയോടും ദൃഢനിശ്ചയത്തോടും കൂടി രാജ്യത്തെ സംരക്ഷിക്കാൻ ഇനിയും മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പോരാട്ടം ഇറാനെതിരെ മാത്രമല്ല, ഗാസ, ലെബനൻ, സിറിയ, യമൻ, വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കെതിരെയും തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രയേലിന്റെ സ്വതന്ത്രമായ സൈനിക നീക്കങ്ങൾക്ക് മേൽ അമേരിക്കൻ നിയന്ത്രണങ്ങൾ വരുമെന്ന ആശങ്കകൾ നിലനിൽക്കെ തന്നെ ഗാസയിലും ലെബനനിലും സിറിയയിലും ഇസ്രയേൽ ശക്തമായ സുരക്ഷാ മേഖലകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞതായി നെതന്യാഹു വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമുള്ളിടത്തോളം കാലം സൈന്യം ഈ മേഖലകളിൽ നിലയുറപ്പിക്കും. പ്രാദേശികമായും അന്തർദേശീയമായും പുതിയ സഖ്യങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ സുരക്ഷാ സ്വയംഭരണാധികാരം ഉറപ്പുവരുത്തുമെന്നും നെതന്യാഹു ഉറപ്പു നൽകിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ കരാർ പ്രകാരം ഒരിക്കലും ആണവായുധങ്ങൾ ഉണ്ടാക്കില്ലെന്ന് ഇറാൻ സമ്മതിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യവസ്ഥകൾ പാലിച്ചാൽ സമാധാന കരാറിന്റെ ഭാഗമായി ഇറാന് $300 ബില്യൺ പുനർനിർമ്മാണ ഫണ്ട് നൽകുമെന്ന വാർത്തകളും പ്രസിഡന്റ് തള്ളി. ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ US ഇറാന് $300 മില്യൺ നൽകുന്നുവെന്ന വാർത്ത വ്യാജമാണെന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത്. ഇറാന്റെ മരവിപ്പിച്ച ഫണ്ടുകൾ, ഉപരോധ ഇളവുകൾ, മാനദണ്ഡങ്ങൾ പാലിച്ചാൽ ഇറാനെ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിന് $300 ബില്യൺ ഫണ്ട് എന്നിവയാണ് ധാരണാപത്രത്തിലുള്ളതെന്ന വാർത്തകളാണ് പ്രചരിച്ചത്. എന്നാൽ ജൂൺ 19 ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനു ശേഷം 60 ദിവസത്തെ ചർച്ചകൾക്കുള്ളിൽ ഇറാന്റെ ആണവ വിഷയത്തിൽ അന്തിമ കരാറിലെത്തുമെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വൈറ്റ് ഹൌസ് ഈ ആഴ്ച തന്നെ പുറത്തിറക്കുമെന്നാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിച്ചത്. ഏപ്രിൽ 8 വെടിനിർത്തൽ നിലവിൽ വന്നത് മുതൽ സമാധാന കരാറിനുള്ള ശ്രമം മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിവരികയായിരുന്നു. യുഎസിന്റെ കടുംപിടുത്തവും വഴങ്ങില്ലെന്ന ഇറാന്റെ വാശിയുമാണ് ചർച്ചകളെ വഴിമുട്ടിച്ചത്. അതേസമയം അമേരിക്കയുമായുള്ള സമാധാന ധാരണകൾക്ക് പിന്നാലെ ഇറാൻ തീരത്തേക്ക് ചരക്ക് കപ്പലുകൾ എത്തിത്തുടങ്ങി. 3 ഓയിൽ ടാങ്കറുകൾ ഉൾപ്പെടെ 5 കപ്പലുകളാണ് നിലവിലെത്തിയത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഡിജിറ്റലായി ഒപ്പുവെച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് സ്ഥിരീകരിച്ചത്. അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ കരാറിൽ വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് ഇരു രാജ്യങ്ങളും നേരിട്ട് ഔദ്യോഗികമായി ഒപ്പുവയ്ക്കും. എന്നാൽ ഇത് അന്തിമ സമാധാന കരാറല്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിലെ അവ്യക്തത, ഇറാന്റെ യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, ഉപരോധങ്ങൾ പിൻവലിക്കുന്ന രീതി എന്നിവയിൽ പൂർണ്ണ സമവായത്തിൽ എത്തിയിട്ടില്ലാത്തതിനാൽ വരും ദിവസങ്ങളിൽ ചർച്ചകൾ തുടരും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.